അവർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓഡിയൻസിന് ജിൽ എന്ന് പറഞ്ഞ ഐറ്റമാണ് വേണ്ടത്, ഇൻവെസ്റ്റിഗേഷൻ മോഡെന്ന് പറയുമ്പോൾ. ഇത് നോർമലി പോകണമുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന രസമുണ്ട്. രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് വരുന്നത്, നല്ല രീതിയിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ടോവിനൊക്കെ എന്താ പറയുക, നമ്മൾ ഇപ്പോഴുള്ള തലമുറയിൽ അവരുടെ പുറകെ പോവേണ്ട ടൈമായി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ടോവിന് വളരെ ഇഷ്ടപ്പെട്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. രണ്ട് സ്റ്റോറിയാണ് അത്, സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോറിയുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ടുണ്ട്, ഒരു നല്ല നിലവാരമുണ്ട്. എല്ലാം വളരെ ഡീസൻറ്റ് പടമാണ്, നല്ല പടം, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, പിന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്, രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് വരുന്നത്, നല്ല രീതിയിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗ് ആണ്. നമ്മളൊരു മലയാളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട് സ്റ്റോറി, പക്ഷേ ഒരു നല്ല രസമുണ്ട്, സ്ക്രിപ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പിടിച്ചിരുത്തും. സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലുണ്ട്. ടോവിന ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, എന്നാലും കൊള്ളാം, കണ്ടിരിക്കാൻ പടം. ടോവിനോട് നല്ല വേഷമായിരുന്നു. 2 കേസ് അന്വേഷിക്കുന്നുണ്ട്, അതിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു കേസ് നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയി, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് വന്നെങ്കിലും കണ്ടിരിക്കാം, നല്ല പടം തന്നെ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും ഒരേ ത്രില്ലിംഗ് ആണ്. പവർഫുൾ കഥയാണ് എൻ്റെ സെറ്റപ്പ്. പടം കൊള്ളാം, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, പക്ഷെ അത്ര കുഴപ്പമില്ല, എന്നാലും നൈസ് പടമാണ്. ത്രില്ലിംഗ് എന്ന് പറയാൻ ഒരു ഡബിൾ സ്റ്റോറിയാണ്, അതായത് ഇൻവെസ്റ്റിഗേഷൻ, 2 ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല പടം. ത്രില്ലറാണ്, നല്ലതാണ്, കാണാൻ നല്ലതാണ്. എടുത്തു പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നല്ലതാണ്, കണ്ടോണ്ടിരിക്കാൻ നല്ലതാണ്, അടിപൊളിയാണ്. നല്ല അഭിനയം, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോണ്ടിരിക്കുന്ന രസമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ടോവിനോ നല്ല അഭിനയം. പടം ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയ പടമാണ്, അതുകൊണ്ട് നോർമലായിട്ട് തുടങ്ങി നോർമലായിട്ട് അവസാനിച്ചു. അതാണ് പടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് പടത്തിൽ, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. അവർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവർക്ക് ഒരു ജോലിയിലേക്ക് എന്താ പറയുക കണ്ടെത്തുവാൻ, പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പല സാഹചര്യങ്ങളുണ്ട്. അതാണ് പടം എടുത്തു പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാണാൻ വന്നത് കളർ ടോണാണ് പടത്തിൻ്റെ, പിന്നെ സിനിമറ്റോഗ്രാഫി, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു വർക്ക് എന്ന് പറയാം, ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്, അതിൻ്റെയൊക്കെ നടന്നതാവാം ചിലപ്പോൾ, അത് അവർ റിയൽ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളെ നാട്ടിൽ പലയിടത്തും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അവർ എടുത്തിട്ടിരിക്കുന്നത്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് അടുത്ത മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കാണാൻ പറ്റും രീതിക്കാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം വലിയ ഹൈപ്പൊന്നും അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ചിലവർ ഈ പടത്തിൻ്റെ പേര് കേട്ട് ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് വരുമായിരിക്കും, പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കാതെ നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. മത്സരിക്കാൻ പറ്റിയ പടം തന്നെ, പക്ഷേ ഈ ക്ലാഷിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഓഡിയൻസിന് ജിൽ എന്ന് പറഞ്ഞ ഐറ്റമാണ് വേണ്ടത്, ഇൻവെസ്റ്റിഗേഷൻ മോഡെന്ന് പറയുമ്പോൾ. ഇത് നോർമലി പോകണമുണ്ട്, ആ ഓഡിയൻസിന് അത്ര ഓക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓസിലർ ഇത് വെച്ച് താരതമ്യപ്പെടുത്തേണ്ട ശരിയല്ല, ഇത് വേറൊരു ജോണറാണ്. പിന്നെ ജിനുവിൻ്റെ ഒരു വർക്കായതുകൊണ്ട് പ്രതീക്ഷയാണ് വന്നത്. കടുവയൊക്കെ കഴിഞ്ഞെല്ലാം വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അത്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നിയത്. പക്ഷേ ഓഡിയൻസിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കുറേ പടങ്ങൾ ഇപ്പോഴും വന്ന് ഇറങ്ങി കിടക്കുന്നുണ്ട്, അതിനെക്കാട്ടി മേലെ വർക്ക് വരുന്ന അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കെന്തായാലും ഓക്കെയാണ്, ഞാൻ കണ്ട് ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയ പടം.